ഹായ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് കറുത്ത ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ്. ഹൽവയെന്ന് കേൾക്കുമ്പോൾ കൂടുതലായിട്ട് എണ്ണയോ നെയ്യോ ഒക്കെ ചേർന്നിട്ടുള്ളതാണെന്ന് വിചാരിക്കും. ഇതിൽ ഒറ്റ സ്പൂണ് നെയ്യ് മാത്രം ചേർത്തിട്ടാണ് ഈ ഒരു ഹൽവ റെഡിയാക്കിയിട്ടുള്ളത്. അതുപോലെ നമ്മൾ സാധാരണ ഏത്തപ്പഴമൊക്കെ വാങ്ങിയിട്ട് തൊലി കറുത്തതോ അല്ലെങ്കിൽ നന്നായിട്ട് പഴുത്തതാണെങ്കിൽ കളയാറാണുള്ളത്. ആ ഒരു ഏത്തപ്പഴം വെച്ചിട്ട് ഈ ഒരു ഹൽവ റെഡിയാക്കാൻ പറ്റും. നല്ല ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ. പുറത്തുനിന്നൊക്കെ നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്ന ആ കറുത്ത ഹൽവയുടെ അതേ ഒരു ടേസ്റ്റിലാണുള്ളത്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടി സപ്പോർട്ട് ചെയ്യുക. ഞാനിവിടെ ഒരു അരക്കപ്പ് അവിൽ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ അവിലൊന്ന് കുതിർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഒരു സൈഡിൽ വെച്ചിട്ട് ഇനി ശർക്കരപ്പാനി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ 250 ഗ്രാം ശർക്കരയാണ് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്കൊരു 1/4 കപ്പോളം വെള്ളം ചേർത്തിട്ട് ഇതിനെ ഒന്ന് മെൽറ്റാക്കി എടുക്കാം. ശർക്കര മെൽറ്റാവുന്ന നേരത്ത് പഴവും അവിലൂടെ ഒന്ന് അടിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഇതുപോലുള്ള നന്നായിട്ട് പഴുത്തിട്ടുള്ള ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെയുള്ള പഴം കുട്ടികൾക്കായാലും നമുക്കായാലും കഴിക്കാൻ അത്ര ഇഷ്ടം ഉണ്ടാവില്ല. ആ പഴം വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു പഴമാണ് എടുത്തിട്ടുള്ളത്. ചെറിയ പഴമാണെങ്കിൽ 2 എണ്ണം എടുക്കണം. അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് മിക്സിയിൽ ഒന്ന് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കാം. മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത്. ഈ പഴവും അവിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കാം. ഇത് അരച്ചെടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. ഇപ്പോൾ പഴവും അവിലും നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ അവിലിൽ ചേർത്തിട്ടുള്ള ആ വെള്ളവും പിന്നെ ഏത്തപ്പഴത്തിൻ്റെ നനവ് കൊണ്ടാണ് ഇത് അടിച്ചെടുത്തിട്ടുള്ളത്. വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കോൺഫ്ലോർ ഒന്ന് മിക്സാക്കി എടുക്കാം. ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലോർ ചേർക്കുമ്പോൾ ഹലുവ നല്ല കാണാനും ഭംഗിയുണ്ടാവും, കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളത്തോടെ ചേർത്തിട്ട് കട്ടകളില്ലാതെ ഒന്ന് മിക്സാക്കി വെക്കാം. അപ്പോൾ കോൺഫ്ലോർ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ശർക്കരപ്പാനി നന്നായിട്ട് തിളച്ച് എല്ലാം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിനി ഒന്ന് അരിച്ചെടുക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് നന്നായിട്ട് മെൽറ്റായി കഴിഞ്ഞപ്പോൾ അവിലും ഏത്തപ്പഴോടെ അടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് നന്നായിട്ട് ചൂടായി വന്നാൽ മതി. ഒരുപാട് നേരം ഈ ഒരു നെയ്യിൽ കിടന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുകയൊന്നും വേണ്ട. ഒന്ന് നന്നായിട്ട് ഒന്ന് തിളച്ചൊന്ന് ചൂടായി കുറച്ചൊന്ന് തിക്കായി വരുമ്പോൾ ഇതിലേക്ക് ഇനി ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 250 ഗ്രാം ശർക്കര തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ആദ്യം വേണമെങ്കിൽ കുറച്ച് പാനി ഒഴിച്ചിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ശർക്കരപ്പാനി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ട് ഇതൊന്ന് കുറച്ചൊന്ന് തിക്കായി വരണം. ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. ആ നേരത്ത് ഇതിലേക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോർ ചേർക്കുമ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അതുപോലെ ചേർത്ത പാടെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഒരു 2 മിനിറ്റ് നല്ലപോലെ തന്നെ മിക്സാക്കി കൊടുക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കൈവിടാതെ തന്നെ ഈ കോൺഫ്ലോർ ഒഴിച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഇളക്കി കൊടുക്കണം. അല്ലാതെ ഇത് ഇടവിട്ട് ഇളക്കി കൊടുത്താൽ മതി. കൈവിടാതെ എപ്പോഴും ഇളക്കി കൊടുക്കണമെന്നില്ല. കോൺഫ്ലോർ ഒഴിച്ച് കഴിഞ്ഞാൽ 2 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് ഇതുപോലെ നന്നായിട്ട് തിക്കാവാൻ തുടങ്ങും. ഇടവിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക.
കൈവിടാതെ ഇളക്കുകയാണെങ്കിൽ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേഗത്തിൽ ഇത് തിക്കാക്കിയിട്ട് ഹൽവ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇത് കുറച്ചും കൂടെ നല്ല തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഹൽവയുടെ പാകമായിട്ടില്ല. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്ത എള്ള് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇപ്പം മൊത്തത്തിൽ ഒരു 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ശർക്കര എടുക്കുമ്പോൾ നല്ല കറുത്ത ശർക്കര തന്നെ എടുക്കുകയാണെങ്കിൽ ഈ ഹൽവ ഇതേപോലെ നല്ല കളർ തന്നെ കിട്ടും. ഇതേപോലെ ഇങ്ങനെ താഴ്ന്നൊക്കെ മുകളിലേക്ക് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ഇത് പാകമായെന്ന് അറിയാനായിട്ട് ഒരു സ്പൂണിലേക്ക് കുറച്ചൊന്ന് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒന്ന് ഉരുട്ടി നോക്കുമ്പോൾ ഒരു ഷേപ്പ് ആക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇത് പാകമായിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ താഴെ നിന്നൊക്കെ ഇങ്ങനെ ഒന്ന് മൊരിഞ്ഞിട്ട് നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ള നെയ്യൊക്കെ ഒന്ന് തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആദ്യം ചേർത്തിട്ടുള്ള 1 ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നീട് നെയ്യൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ടാണ് അങ്ങനെ അടിയിലൊന്നും പിടിക്കാതെ തന്നെ കിട്ടുന്നത്. അപ്പോൾ അല്ലാതുള്ള പാത്രം എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെയൊക്കെ നെയ്യ് ഒഴിച്ച് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഇത് പാകമായി വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ നമുക്ക് മനസ്സിലാവും. ഈ നമ്മൾ ഇളക്കുന്ന ചട്ടുകത്തിലൊക്കെ നന്നായിട്ട് തന്നെ സ്റ്റിക്കായിരിക്കുന്നത് മനസ്സിലാവും. അപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം നെയ്യൊക്കെ തടവി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഇതിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒരു സ്പൂണോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നല്ലപോലെ തന്നെ പ്രസ് ചെയ്തിട്ട് ഒന്ന് ഷേപ്പാക്കി എടുക്കാം. ഇതേപോലെ ഒരു സ്പാച്ചില വെച്ചിട്ടാണെങ്കിൽ നന്നായിട്ട് തന്നെ പ്രസ് ചെയ്തിട്ട് എല്ലാ സൈഡിലേക്കും ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതൊരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് കട്ട് ചെയ്യാം. ഞാനിത് 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് കമിഴ്ത്തിയിടാം. ഇനി ഇത് കട്ട് ചെയ്തിട്ടെടുക്കാം. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിയിട്ട് കഴിക്കുന്ന ഹൽവയുടെ അതേ ഒരു ടെക്സ്ചറിലും അതുപോലെ ടേസ്റ്റിലും ഒക്കെ അതേപോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. ഈ ഏത്തപ്പഴവും അതുപോലെ അവിലും ഒക്കെ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കട്ട് ചെയ്യുമ്പോൾ കാണുമ്പോൾ മനസ്സിലാവും. കത്തിയിലൊന്നും ഒട്ടിപ്പിടിക്കാതെ കറക്റ്റ് നമ്മൾ ഹൽവയൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത് അതുപോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫാമിലിക്കോ ഫ്രണ്ട്സിനോ ഒക്കെ ഷെയർ ചെയ്തെടുക്കുന്ന ആരും മറന്നു പോകരുത്. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്